ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 31-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും റേഷൻ വിതരണവും മറ്റു അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നാളത്തെ റേഷൻ വിതരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇനി ഒറ്റ ദിവസമാണ്, നാളെ മാത്രമാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ളത്. ജൂലൈ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ ഇതുപോലെ ഒരുപാട് ആളുകൾ വാങ്ങാതെ നഷ്ടപ്പെട്ടിരുന്നു. കാരണം ഈ ഒരു ഓഗസ്റ്റ് മാസത്തേക്ക് ജൂലൈ മാസത്തെ വിഹിതങ്ങൾ നീട്ടി നൽകിയിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ മാസവും നീട്ടി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഈ വിഹിതങ്ങളെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി ആരെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടിയോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. വാങ്ങിയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഓണക്കിറ്റിൻ്റെ വിതരണവും നാളെ അവസാനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കരുതുന്നത് അത് അടുത്ത മാസം ഒരു 5 ദിവസമോ 10 ദിവസമോ നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അറിയിച്ചിട്ടുള്ള വിവരം നാളെ അവസാനിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെയുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്തി പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സെപ്റ്റംബർ മാസ റേഷൻ വിതരണത്തിനുള്ള ഡാറ്റ ക്രമീകരണങ്ങൾ നടത്തേണ്ടതിനാൽ ബുധനാഴ്ച റേഷൻ കട ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ വ്യാഴാഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണമായിരിക്കും ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മുതൽ രാത്രി കർഫ്യൂ നിലവിൽ വരികയാണ്. രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെയാണ് കർഫ്യൂ. സംസ്ഥാനത്ത് 19,262 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 22,563 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,17,216 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചത്. എങ്കിലും TPRൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ട്. ഇന്നലെ 20% അടുത്ത് വരെ എത്തിയ TPR ഇന്ന് 16.74 ആണ്. അത് വലിയൊരു കുറവ് തന്നെയാണ്. 132 മരണം കൂടി ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ മരണം 20,673 ആയി. മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ, കേരളത്തിൽ നിന്നും എത്തുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കർണാടക. നിബന്ധനകൾ ഇങ്ങനെയാണ്. കേരളത്തിൽ നിന്നും ചെല്ലുന്ന ആളുകൾ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. മാത്രമല്ല 7 ദിവസം നിർബന്ധിത ക്വാറന്റൈനിൽ ഇരിക്കണം. 8ാം ദിവസം RT-PCR പരിശോധന വീണ്ടും നടത്തി നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും ഇതിനും പ്രത്യേക കർമ്മ സമിതിയെ നിയോഗിക്കുമെന്ന് കർണാടക സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതിർത്തിയിലും പരിശോധന കർശനമാക്കും. ഇനി പറയുന്നത് പോലീസിൻ്റെ ഒരു അറിയിപ്പാണ്. COVID-19 ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ ലഭിച്ചാൽ അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തി മാത്രം ഷെയർ ചെയ്യുക. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇത്തരത്തിലുള്ള വാർത്തകൾ ഷെയർ ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇലക്ട്രിക് വാഹനങ്ങൾ ഉള്ള ആളുകളും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ KSEBയുടെ ചാർജിംഗ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്യാൻ ഇനി പണമടക്കണം. ഒരു യൂണിറ്റിന് 15 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. ഒറ്റത്തവണ ഫുൾ ചാർജ് ആവാൻ ഏകദേശം 4 ചക്ര വാഹനങ്ങൾക്ക് 30 യൂണിറ്റോളം വേണ്ടിവരും. സംസ്ഥാനമൊട്ടാകെ കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് KSEB. KSEBയുമായി ബന്ധപ്പെട്ടുള്ള ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും 1912 എന്ന നമ്പറിൽ 24 മണിക്കൂറും വിളിക്കാവുന്നതാണ്. മത്സ്യത്തൊഴിലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയൊരുക്കി KSRTC. സമുദ്ര ബസ് സർവീസിന് തുടക്കമായി. 28-ാം തീയതി മുഖ്യമന്ത്രി വാഹനത്തിന് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഈ ബസ്സിലൂടെയുള്ള യാത്രയും അവരുടെ മത്സ്യം കൊണ്ടുപോകുന്നതും സൗജന്യമാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.